വീണ്ടും ഒരു ക്രിസ്മസ് ദിനം വരവായി. എന്തു വന്നാലും നമ്മുടെ ഓർമ്മകൾ കുട്ടിക്കാലത്തേക്കോടും. അവിടെ എന്തിനും എപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന സന്തോഷം നിറഞ്ഞ ആ കുട്ടിയുണ്ടാവും. അന്നത്തെ ആ മഞ്ഞു പെയ്യുന്ന രാവുകളിൽ തിളങ്ങുന്ന കണ്ണുകളുമായി ജനാലയിലൂടെ കണ്ണും നട്ട് നോക്കത്താ ദൂരേക്ക് നോക്കി നിന്നിരുന്ന അവൾക്ക് കാണാം ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലെ ഓരോ വീടുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ചുവന്ന കുപ്പായവും കൂർബൻ തൊപ്പിയും അണിഞ്ഞ് മാനുകൾ വലിക്കുന്ന തെന്നുവണ്ടിയിൽ പുഞ്ചിരിയോടെ വരുന്ന നരച്ച മുടിയും താടിയുമുള്ള സാന്താക്ലോസ് അപ്പൂപ്പനെയും. ക്രിസ്മസ് രാത്രിയിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിൻ്റെ ജനാലയിലൂടെ അപ്പൂപ്പൻ അകത്തേക്ക് ഇട്ടുകൊടുക്കുമത്രേ. നല്ല കുട്ടികൾക്കെല്ലാം മിഠായികളും കളിപ്പാട്ടങ്ങളും സമ്മാനമായി നൽകും. വികൃതി കുട്ടികൾക്ക് കൽക്കരിയും ചുള്ളിക്കമ്പുമാണ് അത്രേ കൊടുക്കുക. അമ്മ പറഞ്ഞു തന്നതാണ്. പെട്ടെന്ന് കുഞ്ഞു മനസ്സിലെ ഓർമ്മകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പിന്നിൽ നിന്ന് അമ്മയുടെ വിളി. ഒപ്പം എവിടെ നിന്നോ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ ഒരു പറ്റം ഗായകരുമായി കരോൾ ഗാനത്തിന് ചുവടുവെച്ച് വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ. കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു, ചുണ്ടുകളിൽ ചിരി നിറഞ്ഞു. ദേ, അവളുടെ വീട്ടിലുമെത്തി. അപ്പൂപ്പനെ കൗതുകത്തോടെ നോക്കി അവളും അതിനൊപ്പം ചുവടുവയ്ക്കുമായിരുന്നു. മനസ്സ് നിറയെ സന്തോഷം നൽകി തിരികെ പോകുമ്പോൾ കൈനിറയെ മിഠായികളും കളിപ്പാട്ടങ്ങളും കിട്ടും. ആ മിഠായികളും കളിപ്പാട്ടങ്ങളും വാരിക്കൂട്ടുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അന്ന്. പിറ്റേന്ന് രാവിലെ അടുത്ത വീട്ടിൽ ചെന്ന് വലിയ ഗമയിൽ ഡാൻസും പാട്ടുമായി വന്ന അപ്പൂപ്പൻ ഈ നല്ല കുട്ടിക്ക് കൊടുത്ത മിഠായിയുടെയും കളിപ്പാട്ടങ്ങളുടെയും കഥ വാതോരാതെ പറയുമ്പോഴും ആ കുഞ്ഞു മനസ്സിനറിയില്ലല്ലോ, ആ വീട്ടിലെ ചേട്ടൻ വേഷം കെട്ടി വന്നതാണ് ആ അപ്പൂപ്പനെന്ന്. എങ്കിലും അവൾ കാത്തിരുന്നു. അടുത്ത മഞ്ഞുമാസവും സമ്മാനപ്പൊതിയുമായി എത്തുന്ന അപ്പൂപ്പനെ ഇന്നും കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ, നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും 1000 ക്രിസ്മസ് ആശംസകൾ. മേരി ക്രിസ്മസ്. താങ്ക് യു.